ഫാറൂഖ് എന്ന് പറയുന്ന ഭീമൻ കടന്നു വന്നപ്പോ അവന്റെ നക്കിത്തിന്നാൻ വിപ്ലവ ചാനലിന്റെ വലിയ മാന്യന്മാര് പോകുന്ന കാണുമ്പോൾ എനിക്ക് ഛർദ്ദിക്കാൻ തോന്നുന്നത്. കേബിൾ ടി വി ആരംഭിച്ച കാലം മുതൽ അന്ന് ചെറുകിട കേബിൾ ഓപ്പറേറ്റർമാർക്ക് നിഷേധിക്കുകയും ഏഷ്യാനെറ്റ് കേബിൾ ടി വിയെ പോലെയുള്ള വൻകിട കമ്പനികൾക്ക് വൈദ്യുതി പോസ്റ്റ് ₹1 നിരക്കിൽ കൊടുക്കുകയും അത് കേരളത്തിന്റെ വിദ്യാഭ്യാസം അടക്കമുള്ള കാര്യങ്ങളിൽ സഹായിക്കുമെന്നുള്ള സർക്കാരിന്റെ കാഴ്ചപ്പാടുണ്ടാവുകയും എന്നാൽ അന്ന് ചെറുകിട കേബിൾ ഓപ്പറേറ്റർമാർ വൈദ്യുതി പോസ്റ്റ് ലഭിക്കുന്നതിന് വേണ്ടി പിന്നീട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുകയും തുടർന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് KSE ബോർഡ് ഗൈഡ് ലൈൻ ഉണ്ടാക്കിക്കൊണ്ട് 1996 മുതൽ ₹17 നിരക്കിൽ കേരളത്തിൽ ചെറുകിട കേബിൾ ഓപ്പറേറ്റർമാർക്ക് കൂടി വൈദ്യുതി പോസ്റ്റുകൾ അനുവദിച്ചുകൊണ്ടിരുന്നു. എന്നാൽ 2002 KCBയുടെ 10 വർഷത്തെ കരാർ തീരുന്ന സാഹചര്യത്തിലാണ് വൈദ്യുതി പോസ്റ്റ് നിരക്ക് ₹108 വർദ്ധിക്കുകയും KCBക്ക് 5% വർധനവും ചെറുകിട കേബിൾ ഓപ്പറേറ്റർമാർക്ക് 12% വർധനവുമായിട്ട് നിലവിൽ ഇപ്പോഴത്തെ വൈദ്യുതി മന്ത്രി തന്നെയായിരുന്നു അന്ന് ഈ നിരക്ക് വർധന വന്ന സമയത്തുള്ള വൈദ്യുതി മന്ത്രി. തുടക്കത്തിൽ കടവൂർ ശിവദാസനായിരുന്നെങ്കിലും പിന്നീട് ഗവൺമെന്റ് മാറിയപ്പോൾ ഇതേ ആര്യാടൻ മുഹമ്മദ് തന്നെ ആവുകയും അങ്ങനെ ഏഷ്യാനെറ്റ് കേബിൾ ടി വിക്ക് 5%, നമ്മൾക്ക് 12% വർദ്ധിക്കുകയും ചെയ്തിരുന്നു. ഇതിനെതിരെ വീണ്ടും ഹൈക്കോടതി എന്നത് നമ്മൾക്ക് ഇതിന്റെ പ്രവർത്തന ചെലവ് കുറഞ്ഞ രീതിയിൽ നിർവഹിക്കാൻ കഴിയുന്നത് കൊണ്ടാണ്. ഈ ₹311 പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ ശരാശരി കേബിൾ ടി വിയുടെ നിരക്കിൽ വൈദ്യുതി പോസ്റ്റ് വാടകയും അതിന്റെ സർവീസ് ടാക്സും അടയ്ക്കുന്നതിനും മാത്രമായിട്ട് ഏകദേശം ₹25 വർധന വരുത്താൻ നാം നിർബന്ധിതരാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് കൃത്യമായിട്ട് കേരളത്തിലെ ജനപ്രതിനിധികളെയും മുഖ്യമന്ത്രിയെയും വൈദ്യുതി മന്ത്രിയെയും ഒക്കെ നമ്മൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇവർക്കൊന്നും ബോധ്യമാവായിട്ടല്ല. അതിനിടയ്ക്ക് തന്നെ നമ്മൾ സമ്പാദിച്ച ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് അനുസരിച്ചിട്ട് ഇത് വീണ്ടും ലഘൂകരിക്കുന്നതിനൊരു നിർദ്ദേശമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പരിഹരിക്കുന്നതിന് വേണ്ടി മന്ത്രിയുടെ നേതൃത്വത്തിൽ വൈദ്യുതി ബോർഡ് വിളിച്ചു ചേർത്തുകൊണ്ട് അത് പരിഹരിക്കാൻ തന്നെ യാതൊന്നും തന്നെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിൽ നിന്നെല്ലാം നമുക്ക് വ്യക്തമാകുന്നത് ചെറുകിട തൊഴിൽ സംരംഭകരോടുള്ള ഈ ഗവൺമെന്റിന്റെ നിലപാടാണ്. ചെറുകിട തൊഴിൽ സംരംഭകരോടുള്ള ഗവൺമെന്റിന്റെയും ഉദ്യോഗസ്ഥന്മാരുടെയും നിലപാട് തിരുത്തി കുറിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് തുടരേണ്ടതുണ്ട്.